എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താ രംഗത്തേക്ക് സ്വാഗതം. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നീക്കം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധരാക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ അയേൽ സമീർ വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. പതിറ്റാണ്ടുകളായി അതിർത്തിയിൽ തുടരുന്ന ഈ സംഘർഷം ഇപ്പോൾ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ശേഖരവും അത്യാധുനിക ആയുധങ്ങളും തകർക്കുക എന്നതിലുപരി അവരെ സൈനികമായി പൂർണ്ണമായും ദുർബലപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ അറിയിച്ചു. 1980 സ്ഥാപിതമായ ഹിസ്ബുള്ള ഇന്ന് ലെബനനിലെ പ്രധാന രാഷ്ട്രീയ സൈനിക ശക്തിയാണ്. ഇവരുടെ ഭൂഗർഭ തുരങ്കങ്ങളും ആയുധപ്പുരകളും ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിലെ സൈനിക നടപടി കേവലം താൽക്കാലിക തിരിച്ചടിയല്ലെന്നും മറിച്ച് മേഖലയിലെ സുരക്ഷാ സാഹചര്യം എന്നേക്കുമായി മാറ്റിയെടുക്കാനുള്ള നീക്കമാണെന്നും സൈനിക മേധാവി പറഞ്ഞു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ലെബനനിൽ ഈ യുദ്ധം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആശങ്കയുണ്ട്. തെക്കൻ ലെബനനിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ പലായനം ചെയ്യുകയാണ്. ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുകയാണ്. ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിലെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും നീക്കങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിനായി URL